ഫ്രണ്ട്സ്, നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ കടലപ്പരിപ്പ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം. ശേഷം അതിന് കവറിങ് ഉണ്ടാക്കുന്നതിനായിട്ട് മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വേവിക്കാൻ വെച്ച നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ ജാതിക്ക പൊടിച്ചതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും നമുക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശേഷം ഒന്ന് തണുപ്പിച്ച ശേഷം നമ്മൾ മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. ശേഷം അത് അരച്ച് വരുന്നത് നമുക്കിത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ബൗളാക്കി വെക്കാം. അത് മാറ്റി വെച്ച ശേഷം നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മൈദ ഉണ്ടല്ലോ, അതിലേക്ക് ഇതിങ്ങനെ വെച്ച് ആ ബോൾ വെച്ചൊന്ന് ഫില്ല് ചെയ്യുക, നല്ലപോലെ കവർ ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ബോളാക്കി നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര നമുക്ക് മാറ്റി വെച്ച ശേഷം അത് നമുക്ക് ചെറിയ രീതിയിൽ നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിന് രണ്ട് സൈഡിലും അരിപ്പൊടി തൂവി നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ശേഷം അത് ചുടുമ്പോൾ കുറച്ച് നന്നായിട്ട് രണ്ട് സൈഡിലും നെയ്യ് തൂവി ഒന്ന് ചുട്ടെടുക്കാം. നമ്മളിത് പാൽപ്പായസത്തിനും അതുപോലെ തന്നെ പാലടയ്ക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.